ഓക്കെ, അടുത്തത് ഫസ്റ്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത ആരാണ്? ഹു പ്രസന്റഡ് ദ ഫസ്റ്റ് എവർ ബഡ്ജറ്റ്? ആരാണ് ഫസ്റ്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത്? ഫസ്റ്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത ആരാണ്? ചെയ്ത് ആൻസർ ചെയ്തേ. ആരാന്നറിയോ? ആദ്യമായിട്ട് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത ആരാന്നറിയോ? ആൻസർ വരുന്നുണ്ടോ? രണ്ടുപേർക്കേ ഉള്ളോ? ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലേ? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത്? ഒരു സ്പെസിഫിക് പീരിയഡിലുള്ള റവന്യൂവിന്റെ എക്സ്പെൻസസിന്റെ ഒരു അപ്രോക്സിമേഷൻ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലേ? റവന്യൂ ഉണ്ട്, എക്സ്പെൻസസ് ഉണ്ട്, അതിന്റെ ഒരു അപ്രോക്സിമേഷൻ ആണ് ഒരു സ്പെസിഫിക് പീരീഡിലുള്ള. നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും? ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ആയിരിക്കും എടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാനായിട്ട് പറ്റും? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നും പറയാൻ പറ്റും, അല്ലേ? ഇത് ഏതായിരിക്കും? ആർട്ടിക്കിൾ 1112 അല്ലേ പറയുന്നത്? ആർട്ടിക്കിൾ 1112 ഇതിന് പറയുന്നത്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രണ്ട് ഹൗസിനും പ്രസന്റ് ചെയ്യുന്നത്, പാർലമെന്റിലെ രണ്ട് ഹൗസിനും പ്രസന്റ് ചെയ്യാറുണ്ട്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് വരുന്നത്. പ്രിപ്പയർ ചെയ്യുന്നത് എക്കണോമിക് അഫയേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, ഫിനാൻസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രസന്റ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രസന്റ് ചെയ്ത് ഫിനാൻസ് മിനിസ്റ്റർ ആണ് പ്രസന്റ് ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ നമ്മൾ ബഡ്ജറ്റിന്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ 2016 2016 വരെ എങ്ങനായിരുന്നു വന്നത്? 2016 മുമ്പ് വരെ, 2016 തൊട്ടിട്ടാണ് നമ്മുടെ എന്ത് ചെയ്ത് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും കൂടെ മേർജ് ചെയ്തിട്ട് എന്നാ വന്നത്? മേർജ് ചെയ്തിട്ട് ഒറ്റൊരു ബഡ്ജറ്റായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് വന്നത്. ഏത്? ബിബേക് ദബ്രോയ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നത്. അതിനു മുമ്പ് വരെ 1921 അക്വർത്ത് റെക്കമെൻഡേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് എങ്ങനെയായിരുന്നു? ജനറൽ ബഡ്ജറ്റും ഈ റെയിൽവേ ബഡ്ജറ്റും രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ഇരുന്നത്. ഇനി നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് RK ഷൺമുഖം ചെട്ടിയാണ് ഫസ്റ്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത്. ഓക്കെ, ഇനി നോക്കുവാണെങ്കിൽ സെക്കൻഡ് ബഡ്ജറ്റ് ആരായിരുന്നു? സെക്കൻഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ജോൺ മത്തായി ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ആണ്, അദ്ദേഹമാണ് സെക്കൻഡ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത്. ഓക്കെ, ജെൻഡർ സെൻസിറ്റീവ് ബഡ്ജറ്റ് ഉണ്ടല്ലോ, ജെൻഡർ സെൻസിറ്റീവ്, അതായത് ഫീമെയിലിനായിട്ട് കാര്യങ്ങൾ വന്നത്. അങ്ങനെ ഒരു ബഡ്ജറ്റ് വന്നത് 2005 2006 വന്നത്. സീറോ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അത് ഫസ്റ്റ് യൂസ് ചെയ്ത് അമേരിക്കയിലാണ് യൂസ് ചെയ്തത്. ഇനി ആദ്യത്തെ ഫീമെയിൽ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്, പക്ഷെ ടെമ്പററി ആയിരുന്നു. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത ആരാണ്? മൊറാർജി ദേശായി ആണ്, 10 വട്ടം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഏതായിരിക്കും? പി ചിദംബരമാണ്, 9 ടൈംസ് ആണ് വന്നത് കേട്ടോ. 9 ടൈംസ് ആണ് വരുന്നത്.
ഓക്കെ, അതേപോലെ തന്നെ മൊറാർജി ദേശായിയുടെ കേസിൽ നോക്കുവാണെങ്കിൽ ഒറ്റൊരു സ്ട്രെച്ചിന് 6 ടൈംസാ വന്നിരിക്കുന്നത് കേട്ടോ. ഒറ്റൊരു സ്ട്രെച്ചിന് 6 ടൈംസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് നിർമ്മല സീതാരാമനാണ്. പെർമനന്റ് ഫിനാൻസ് മിനിസ്റ്റർ ആണ് വരുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഫീമെയിൽ പെർമനന്റ് ഫിനാൻസ് മിനിസ്റ്റർ ആണ് വരുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ തവണ കോൺസിക്യൂട്ടീവ് ആയിട്ട് പ്രസന്റ് ചെയ്ത ആരാണ്? കോൺസിക്യൂട്ടീവ് ആയിട്ട് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് നിർമ്മലാ സീതാരാമനാണ്. 8 ടൈംസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബഡ്ജറ്റിനെ പറ്റിയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ ഉണ്ട്. അതായത് പബ്ലിക് ഗുഡ്സിനാണോ പ്രൈവറ്റ് ഗുഡ്സിനൊക്കെ ഇതായിട്ട് കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ വരും. റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനറലി പറയുന്ന തന്നെ റിച്ച് പീപ്പിളിൽ നിന്ന് ടാക്സ് വാങ്ങിയിട്ട് പുവറിന് സബ്സിഡി വഴി എത്തിച്ചു കൊടുക്കുക, അങ്ങനെ ഒരു ഇത് വരും. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ വരും. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യുക, അതായത് ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതും ബഡ്ജറ്റിന്റെ ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്താണ് ആരാണ്? ഇതിനകത്ത് കുറച്ച് പേരുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആർക്കും ആൻസർ ഇല്ലേ? ആകെ 3-4 പേർക്കാണോ ഉള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത ആരാന്നറിയാവോ? യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത് ഷൺമുഖം ചെട്ടിയാണ് കേട്ടോ. നവംബർ 26, 1947 അദ്ദേഹം പ്രസന്റ് ചെയ്തത്. ആ ടൈമിലെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നു. ആ ടൈമിലെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ഇന്ത്യയിൽ ഫോമർലി ഇൻട്രൊഡ്യൂസ് ചെയ്ത 1860 ഫോമർലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ടൈമിലെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആരാന്നറിയാവോ? ആ ടൈമിലെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ജെയിംസ് വിൽസൺ ആയിരുന്നു. ജെയിംസ് വിൽസൺ ആയിരുന്നു ആ ടൈമിലെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫിനാൻസ് മെമ്പർ ഹു പ്രസന്റഡ് ദ ബഡ്ജറ്റ് എന്ന് പറയുന്ന ആരായിരിക്കും? ജെയിംസ് വിൽസൺ ആണ് വരുന്നത് കേട്ടോ. പക്ഷെ അന്ന് എന്നായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷ് ക്രൗണിന്റെ അധികാരത്തിൽ നിന്ന ടൈമിലാണ് വന്നത്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത് ആരാണ്? RK ഷൺമുഖം ചെട്ടിയാണ് പ്രസന്റ് ചെയ്ത് 1947 നവംബർ 26 പ്രസന്റ് ചെയ്തത്. ഓക്കെ, ഇനി എവരി ഇയർ എക്കണോമിക് സർവേ കമ്പൈൽ ചെയ്യുന്ന ആരാണ്? എക്കണോമിക് സർവേ കമ്പൈൽ ചെയ്യുന്ന ആരാണ്? എക്കണോമിക് സർവേ കമ്പൈൽ ചെയ്യുന്ന ആരാണ്? ആരാണ് എക്കണോമിക് സർവേ കമ്പൈൽ ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏതാ വരുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ആരുടെ ഗൈഡൻസിലായിരിക്കും? ചീഫ് എക്കണോമിക് അഡ്വൈസർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഗൈഡൻസിലായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സർവേ കണ്ടക്ട് ചെയ്യുന്നത് ചീഫ് എക്കണോമിക് അഡ്വൈസർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഗൈഡൻസിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ എന്തുമായിരിക്കും അതായത് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും അതുപോലെ അത് വെച്ചിട്ട് കമ്മിങ് ഇയർ അടുത്ത വർഷത്തേനുള്ളത് എങ്ങനെയാണെന്ന് നോക്കുകയും എല്ലാം ചെയ്യുന്നതായിരിക്കും ഈ എക്കണോമിക് സർവേ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് സർവേ ആണ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത്
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഐറ്റം ഓഫ് നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഏതായിരിക്കും നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ ഏതായിരിക്കും വരുന്നത്? നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരുന്നത്? ഇൻട്രസ്റ്റ് പേയ്മെന്റ് കേട്ടോ. ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ബിഗസ്റ്റ് പോർഷൻ ഓഫ് നോൺ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് വരുന്നത്. നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതാണ് സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ് എല്ലാം തന്നെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് വരുന്നത്. നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നോൺ പ്രൊഡക്റ്റീവ് ഏരിയാസിൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് വരുന്നത്. സാലറീസ്, സബ്സിഡീസ്, ലോണ്, ഇൻട്രസ്റ്റ്, പെൻഷന്. ഇനി പിന്നെ ചില യൂണിയൻ ടെറിട്ടറിയിലോട്ടൊക്കെയുള്ള ട്രാൻസ്ഫർ ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് വരുന്നത്. ഗവൺമെന്റിന്റെ ഏറ്റവും എക്സ്പെൻഡിച്ചറിന്റെ ഒരു ബിഗസ്റ്റ് പോർഷൻ വരുന്ന ഏതായിരിക്കും? ഈ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. അതിനകത്ത് തന്നെ ഏതായിരിക്കും ഹൈ വരുന്നത്? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് വരുന്നത്. അടുത്തത് ഫിനാൻസ് കമ്മീഷൻ ഏതൊക്കെയായിരിക്കും വരുന്നത്? ഓരോ ഫിനാൻസ് കമ്മീഷന്റെ ഇതിനകത്ത് ഏതായിരിക്കും വരുന്നത്? ഏതായിരിക്കും വരുന്നത്? ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്നാ വരുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 280 അണ്ടറിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, പീരിയോഡിക്കലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മീഷനെയാണ് നമ്മൾ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറ്റുന്നത്. ഇതെന്നായിരിക്കും? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇടയ്ക്കുള്ള ഫിനാൻഷ്യൽ റിലേഷനെ ഡിഫൈൻ ചെയ്യാനായിട്ടായിരുന്നു വരുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 280 അണ്ടറിൽ വരുന്നതാണ്. 16th ഫിനാൻസ് കമ്മീഷന്റെ വരുന്നത് ആരാ? അരവിന്ദ് പഞ്ചരിയാണ് വരുന്നത്. അരവിന്ദ് പഞ്ചരിയാണ് ചെയർമാനായിട്ട് വരുന്നത്. 17th ഫിനാൻസ് കമ്മീഷന്റെ ആരാ വരുന്നത്? ഇപ്പൊ കറന്റ്ലി ഏത് ഫിനാൻസ് കമ്മീഷനാ വരുന്നത്? പ്രസന്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് എത്രാന്നറിയാവോ? 16ാമത്തെയാണ് വരുന്നത്. ഹെഡ് എന്ന് പറയുന്ന ആരാണ്? ഡോക്ടർ അരവിന്ദ് പഞ്ചരിയാണ് വരുന്നത് കേട്ടോ. അരവിന്ദ് പഞ്ചരിയാണ് വരുന്നത്. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ആരാ വരുന്നത്? ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് പ്രസിഡൻഷ്യന്റെ ഓർഡറിൽ 1951 ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആരാണ്? KC നിയോഗിയാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ KC നിയോഗിയാണ് വരുന്നത്. ഏത് വരും? ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ഏതാ വരുന്നത്? ഏത് വരും? KC നിയോഗി വരും. 25 ആയിരിക്കും വരുന്നത്. വേറെ നിങ്ങൾക്ക് ഏതാ അറിയാവുന്ന? 12th അറിയാവോ? 12th ആരാന്നറിയാവോ? 12th ഫിനാൻസ് കമ്മീഷൻ ആരാന്നറിയാവോ? ഏതേലും അറിയാവോ? ഇതിനകത്ത് വരുന്ന ഏതേലും അറിയാവോ? 12th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ വരുന്നത് ഡോക്ടർ C രംഗരാജനാണ് വരുന്നത്. C രംഗരാജനാണ് വരുന്നത്. അപ്പോൾ 1 ഏതായിരിക്കും? 1, 3, 2 വിയും 2, 5 ആയിരിക്കും വരുന്നത്. 1, 3, 2, 5. ഓപ്ഷൻ D ആയിരിക്കും ആൻസർ വരുന്നത്. രംഗരാജനാണ് വരുന്നത് 12th ഫിനാൻസ് കമ്മീഷൻ. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2002 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഇനി നോക്കുവാണെങ്കിൽ ഏതാ വരുന്നത്? 14th ഫിനാൻസ് കമ്മീഷൻ. 14th ഫിനാൻസ് കമ്മീഷന്റെ ഏതായിരിക്കും? ഡോക്ടർ YV റെഡ്ഡിയാണ് വരുന്നത്. YV റെഡ്ഡിയാണ് വരുന്നത് 14th ഫിനാൻസ് കമ്മീഷൻ. 8th ഫിനാൻസ് കമ്മീഷന്റെ ചവനാണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ 13th ഫിനാൻസ് കമ്മീഷന്റെ വിജയ് കേൽക്കറാണ് വരുന്നത് കേട്ടോ. വിജയ് കേൽക്കറാണ് വരുന്നത്. തേർട്ടീൻത് ഫിനാൻസ് കമ്മീഷൻ വരുന്നത് 2017 വന്നത്. 17 വരുന്നത്. 12th ഫിനാൻസ് കമ്മീഷൻ 2002 വരുന്നത്. ഇപ്പൊ കറന്റ്ലി നമുക്ക് പോകുന്ന ഏതാണെന്ന് അറിയാവോ? കറന്റ്ലി പോകുന്ന 16th ഫിനാൻസ് കമ്മീഷൻ ആണ്. അരവിന്ദ് പഞ്ചരിയാണ് വരുന്നത്. ഓക്കെ, അടുത്തത്
ഫിനാൻസ് കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് അണ്ടർ ഏത് ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ് പ്രസിഡന്റ് ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞതാണ് ഏതാണ്? ആർട്ടിക്കിൾ 280 അണ്ടറിലാണ് അല്ലേ? 280 അണ്ടറിലാണ് വരുന്നത്. ഇനി വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷന്റെ ഫങ്ഷൻ എന്നാ വരുന്നത്? ഫിനാൻസ് കമ്മീഷന്റെ ഫങ്ഷൻ എന്നാ വരുന്നത്? ഏതാ പിള്ളേരെ വരുന്നത്? ഏതാ വരുന്നത്? ഫിനാൻസ് കമ്മീഷന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എന്നാണ്? സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് റവന്യൂസ് ഉണ്ടല്ലോ, മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുക സെൻട്രൽ ഗവൺമെന്റിന് ടാക്സ് റവന്യൂസ് എങ്ങനെ സെൻട്രലിനും സ്റ്റേറ്റിനും ഇടയ്ക്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റിന് അവർ പരസ്പരം സ്റ്റേറ്റിന്റെ ഇടയ്ക്കും ഒക്കെ ആയിട്ട് സ്റ്റെബിലിറ്റിയിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് അഡ്വൈസ് ചെയ്യുകയാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് വരുന്നത്. ഏതായിരിക്കും വരുന്നത്? ഇത് റെക്കമെൻഡേഷൻ ഓഫ് ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ റവന്യൂസ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ആൻഡ് എമംഗ്സ്റ്റ് ദ സ്റ്റേറ്റ് ദംസെൽസ് ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ എങ്ങനെയാ വരുന്നത്? ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇയർ ഏതാണ് വരുന്നത്? ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇയർ ഏതാണ് വരുന്നത്? ഏതാ വരുന്നത്? 1951 ആണ് വരുന്നത്. നമ്മളിപ്പോ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷണർ എന്ന് പറയുന്ന ആരായിരുന്നു? 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 നിയോഗിയായിരുന്നു അല്ലേ? നിയോഗിയായിരുന്നു വരുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്ത് ഇതിനകത്ത് ഏതാ കറക്റ്റ് വരുന്നത്? അല്ല, ഇത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല, അത് നോക്കണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, അത് നോക്കണ്ട. അടുത്തത് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ് വരുന്നത്? ഇന്ത്യയിലെ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ് വരുന്നത്? ബാങ്ക് പെർഫോം ചെയ്യുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് RBI ആക്ട് ഉണ്ട്, 1934 RBI ആക്ട് ഉണ്ട്, അത് പ്രകാരമാണ് ബാങ്ക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. RBI വന്നത് 1 ഏപ്രിൽ 1935 RBI സെറ്റപ്പ് ചെയ്തത്. ഇപ്പൊ അതിന്റെ എവിടാ വരുന്നത്? ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാ വരുന്നത്? RBIയുടെ ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാ വരുന്നത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ ഉണ്ട്, അതിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1926 ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? RBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? ബാക്കിയുള്ള ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യും. ബാക്കിയുള്ള ബാങ്കുകളെ ഇതിന്റെ അണ്ടറിലായിരിക്കും ബാക്കി എല്ലാ ബാങ്കുകളും വരുന്നത്. ആ ബാങ്കുകളെ എല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യും. അവര് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാഷ് റിസർവ് റേഷ്യോ ഉണ്ട്, ലിക്വിഡ് റിസർവ് റേഷ്യോ ഒക്കെ ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, ലൈസൻസിങ്, ഇതെല്ലാം തന്നെ ഇവര് റെഗുലേറ്റ് ചെയ്യും. RBI നാഷണലൈസ് ചെയ്തത് 1 ജാനുവരി 1949 കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ സെക്കൻഡ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? കറൻസി പ്രിന്റ് ചെയ്യും. 1 രൂപ നോട്ട് അല്ലാതെ ബാക്കി എല്ലാം ഏതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? RBI ആണ് പ്രിന്റ് ചെയ്യുന്നത്. 1 രൂപ നോട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് പ്രിന്റ് ചെയ്യുന്നത്. എവിടെ? കറൻസി പ്രിന്റിങ് കോയിൻസ് ആയിട്ടുള്ള മിന്റ് ഉണ്ട് അവിടെയാണ്. അതായത് മുംബൈ, ഹൈദരാബാദ്, കൽക്കട്ട, നോയിഡ ഇവിടെയുള്ളിടത്താണ് കോയിൻസ് പ്രിന്റ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് എടുക്കുന്നത് 1 രൂപ നോട്ടിന്റെ. ഓക്കെ, ദെൻ മോണിറ്ററി പോളിസീസ് ഉണ്ട്, അത് ഫോം ചെയ്യും. പിന്നെ എന്നെ എടുക്കും? ഒരു ബാങ്ക് നഷ്ടത്തിൽ പോവുകയാണെങ്കിൽ അതിന് ലാസ്റ്റ് റിസോൾട്ട് ആയിട്ട്, അതായത് ഒരു ബാങ്കിൽ മണിയൊന്നും ഇല്ല, അതിന് എന്നെ എടുക്കും? അതിന്റെ അവസാനം RBIയുടെ കയ്യിൽ നിന്ന് മണി ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ലാസ്റ്റ് റിസോർട്ടായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാ വരുന്നത്? എവിടാ വരുന്നത്? ഇന്ത്യയിലെ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തുടങ്ങിയ ടൈമിൽ കൽക്കട്ടയിലായിരുന്നു വരുന്നത്. 1937 തൊട്ട് ഇതെന്നെ എടുത്തു?
മുംബൈയിലോട്ട് മാറ്റി. മുംബൈയിലാണ് ഇപ്പം സ്റ്റിൽ എവിടാണ് വരുന്നത്? മുംബൈയിലാണ് വരുന്നത് കേട്ടോ. മുംബൈയിലാണ് വരുന്നത്. ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ്? ഏതാ വരുന്നത്? ഏതായിരിക്കും വരുന്നത്? SBI ആണല്ലേ വരുന്നത്. ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്ന ഏതാണ്? നമ്മുടെ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് വരുന്നത്. അതൊക്കെ അറിയത്തില്ലേ? പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് വരുന്നത്. ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ഇന്ത്യ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ഇന്ത്യ? ഏതാ വരുന്നത്? ഓർഗനൈസ്ഡ് സെക്ടർ അല്ലാത്തത് ഏതാ വരുന്നത്? ചിറ്റീസ് ആൻഡ് മണി ലെൻഡേഴ്സ് ആണല്ലേ വരുന്നത്. ചിറ്റീസ് ആൻഡ് മണി ലെൻഡേഴ്സ് ആണ് വരുന്നത്. ബാങ്കിങ് സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന RBI ആക്ട് ഉണ്ട് 1934. അതനുസരിച്ചാണ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ബാങ്കും നോൺ ഷെഡ്യൂൾഡ് ബാങ്കും. ഷെഡ്യൂൾഡ് ബാങ്കിനകത്ത് നമുക്ക് കൊമേഴ്ഷ്യലും ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ മെയിൻ മോട്ടീവ് പ്രോഫിറ്റ് ആയിരിക്കും. ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്, എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓണർഷിപ്പ് വരുന്നതായിരിക്കും. ദെൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉണ്ട്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? നമ്മുടെ HDFC ഒക്കെ പോലെയുള്ളതാണ് വരുന്നത്. ഇതിനകത്ത് ഇന്ത്യൻ ബാങ്കും ഫോറിൻ ബാങ്ക്സും ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഇന്ത്യൻ ബാങ്ക് ആണ് HDFC, കോട്ട എല്ലാം വരുന്നത്. ഫോറിൻ ബാങ്ക് ആണ് ഏതാ? നമ്മുടെ സിറ്റി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുള്ളത് വരുന്നത്. ഓക്കെ. RBIയുടെ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നതിനെയാണ് നമ്മൾ കേട്ടോ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇത് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ RBI ആക്ട് ഓഫ് 1934 ഉണ്ട്, അതിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്നതാണ്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ അണ്ടറിൽ ആയിരിക്കത്തില്ല വരുന്നത്. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക് നടന്നത് 1969 14 ബാങ്കിനെ നാഷണലൈസ് ചെയ്തു. പിന്നെ എന്നെ അടുത്തു 1980 പിന്നെ ഒരു 6 ബാങ്കിനെ കൂടെ നാഷണലൈസ് ചെയ്യുകയുണ്ടായി. ആദ്യമായിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബാങ്കിങ് സിസ്റ്റം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബാങ്ക് ഓഫ് കൽക്കട്ട വന്നു 1806. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് കൽക്കട്ട വന്നു 1840. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ബോംബെ വന്നു. ദെൻ 1843 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് മദ്രാസ് വന്നു. ഇത് മൂന്നും കൂടെ മെർജ് ചെയ്തിട്ട് 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നു. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നു. എന്നിട്ട് എന്നെ എടുത്തു, ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. ഇതും കൂടെ മെർജ് ചെയ്തിട്ട് ഇമ്പീരിയൽ ബാങ്ക് ആയിട്ട് 1921 വന്നു. പിന്നീട് ഇത് 1955 ഉണ്ടല്ലോ, ആ ഒരു ടൈമിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് വന്നത്. ഓക്കെ. ദെൻ അടുത്തത്, RBIയുടെ ഫംഗ്ഷൻ അല്ലാത്ത ഏതാ വരുന്നത്? RBIയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാ വരുന്നത്? ബാങ്കേഴ്സ് ബാങ്ക് ആണ്. കസ്റ്റഡിയനെ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആണല്ലേ. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആണ് വരുന്നത്. ഏതാ വരുന്നത്? മണി. RBI ഡയറക്ട്ലി RBI ചെന്ന് നമുക്ക് ലോൺ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ പറ്റത്തില്ല. അതാണ് വരുന്നത്. അടുത്തത്, ഏതാ വരുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് നോട്ട് കറക്റ്റ്? ഇതിനകത്ത് ഏതാ കറക്റ്റ് അല്ലാത്തത്? നാഷണലൈസ് ചെയ്ത് 1 ജനുവരി 1935 RBI ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടാ? ഡൽഹിയിലാണ് വരുന്നത്. RBI ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ് വരുന്നത് അല്ലേ. ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണോ വരുന്നത്? അല്ല അല്ലേ. ഡൽഹിയിലാണോ വരുന്നത്? അല്ല അല്ലേ. ഡൽഹിയിലാണോ? അല്ല. എവിടാ വരുന്നത്? മുംബൈയിലാണ് വരുന്നത്. ദെൻ 4 ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടോ RBIക്ക്? ഫോറിൻ കറൻസി. ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റോളം തെറ്റ് വരുന്നുണ്ട് കേട്ടോ. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാ വരുന്നത്? എത്ര ഗവർണർ ഉണ്ട് RBIക്ക്?
RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാ വരുന്നത്? RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആരാ വരുന്നത്? എത്ര പേരുണ്ട്? എത്ര പേരുണ്ട് പിള്ളേരെ? 4 പേരുണ്ടോ? 4 പേരുണ്ടോ? 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടോ RBIക്ക്? RBI വന്നത് 1 ജാനുവരി. RBI വന്നത് എന്നായിരുന്നു? RBI നാഷണലൈസ് ചെയ്തതാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം RBI വന്നത് എന്നായിരുന്നു ഞാൻ പറഞ്ഞത്? RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നായിരുന്നു? 1934 RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലേ? 1934. എന്നിട്ട് RBI ആക്ട് ഓഫ് 1934 ഉണ്ടല്ലോ, അതിന്റെ അണ്ടറിലാണ് പോകുന്നത്. ഇനി സെറ്റപ്പ് ചെയ്ത് ഫസ്റ്റ് നിക്ക് ഒരു മിനിറ്റ്. RBIയുടെ എത്ര ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട് പറഞ്ഞേ? എത്ര ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയുവോ? ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. RBIക്ക് എത്ര ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ട്? ഫസ്റ്റ് RBI ഗവർണർ ആരാന്നറിയാവോ? ഫസ്റ്റ് RBI ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നേ. ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു വരുന്നത്. അതുപോലെ ഫസ്റ്റ് ഇന്ത്യൻ RBI ഗവർണർ എന്ന് പറയുന്ന ആരാന്നറിയാവോ? CD ദശ്മുഖ് ആണ് വരുന്നത്. CD ദശ്മുഖ് ആണ് വരുന്നത്. ആരാണ്? CD ദശ്മുഖ് ആണ് വരുന്നത് കേട്ടോ. CD ദശ്മുഖ്. ഇത് എഴുതുന്നെങ്കിൽ എഴുതട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ 2-3-4 വട്ടം ഇരുന്ന് പറയുന്നത്. ഓക്കെ, ഇനി RBIക്ക് എത്ര ഡെപ്യൂട്ടി ഗവർണർ ഉണ്ടെന്നറിയാവോ? എത്ര ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഉണ്ടെന്നറിയാവോ? ഞാൻ ആൻസർ ഒന്നും കാണുന്നില്ല. 4 പേരുണ്ട്. ഇപ്പോഴത്തെ ആരൊക്കെയാണെന്നറിയാവോ? ഒരു രവിശങ്കർ ഉണ്ട്, ശ്രീ സ്വാമിനാഥൻ ഉണ്ട്, ഒരു പൂനം ഗുപ്തയുണ്ട്, പിന്നെ ശ്രീ സ്വിഷ് ആരാ വരുന്നത്? ചന്ദ്രയുണ്ട് കേട്ടോ. RBI ആക്ട് ഓഫ് 1934 അനുസരിച്ച് മാൻഡേറ്ററി ആയിട്ട് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ പറയുന്നുണ്ട്. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സിനെ പറയുന്നുണ്ട്. ഏതിന്റെ അണ്ടറില? RBI ആക്ട് ഓഫ് 1934ന്റെ അണ്ടറിൽ. RBI ഗവർണർ ആരാ പറയുന്നത്? RBI ഗവർണർ ആരാ വരുന്നത്? സഞ്ജയ് മൽഹോത്രയാണ് വരുന്നത്. RBIയുടെ ഗവർണർ എന്ന് പറയുന്ന സഞ്ജയ് മൽഹോത്രയാണ് വരുന്നത്. ഇനി RBI എസ്റ്റാബ്ലിഷ് ചെയ്ത എന്നാ? RBI എസ്റ്റാബ്ലിഷ് ചെയ്ത എന്നാ? RBI എസ്റ്റാബ്ലിഷ് ചെയ്ത് 1 ഏപ്രിൽ 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. RBIയെ നാഷണലൈസ്ഡ് ചെയ്ത എന്നാണ്? നാഷണലൈസ്ഡ് ചെയ്ത എന്നാണ്? RBI നാഷണലൈസ് ചെയ്ത എന്നാന്നറിയാവോ? ജനുവരി 1, 1949 നാഷണലൈസ് ചെയ്തത്. 1 ഏപ്രിൽ 1935 എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇത് നാഷണലൈസ് ചെയ്ത എന്നാന്നറിയാവോ? 1 ജാനുവരി 1949 നാഷണലൈസ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാ തെറ്റെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്തത് നിതി ആയോഗ്. നിതി ആയോഗിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നിതി ആയോഗിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയും. അതാണ് എന്ത് വരുന്നത്? നിതി ആയോഗ് വരുന്നത്. നിതി ആയോഗ് വരുന്നത്. ഇന്ത്യയില് പ്ലാനിംഗ് കമ്മീഷന്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇന്ത്യയില് എക്കണോമിക് പ്ലാനിങ്ങിന് ഫൗണ്ടേഷൻ കൊടുത്തത് നമ്മുടെ ഒരു പ്രൊമിനന്റ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് സെപ്റ്റംബർ. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് നമ്മുടെ ഇത് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഡേ, നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ വരുന്നത് സെപ്റ്റംബർ 15 അത് അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് വരുന്നത്. ആരാന്നറിയാവോ? 1934 ഈ പ്ലാനിങ്ങിന്, എക്കണോമിക് പ്ലാനിങ്ങിന് ഫൗണ്ടേഷൻ ആയിട്ട് കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനകത്തു കൂടെയാണ് അദ്ദേഹം ഇതിനകത്ത് ഫൗണ്ടേഷൻ കൊടുത്തത്. M വിശ്വേശ്വരയ്യ.
എം വിശ്വേശ്വരയ്യാണ് വരുന്നത്. അപ്പം ഇൻഡിപെൻഡൻസിന് മുന്നേ തൊട്ടേ ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് വന്നതാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. പക്ഷെ ഇതെന്നാ എടുത്തു, അവിടെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസ്, ആ ഇറയിലെ കുറെ പൊളിറ്റിക്കൽ ഇറയായിരുന്നു, ചേഞ്ചസ് ഒക്കെ വന്നു. പിന്നെ സെക്കൻഡ് വേൾഡ് വാർ കാരണം എന്നാ എടുത്തു, ഇത് ഫെയിലായി പോയി. സെക്കൻഡ് വേൾഡ് വാർ കാരണം ഇത് ഫെയിലായി പോയി. ദെൻ ഇത് ഫോം ചെയ്ത ആരായിരുന്നു, ഇന്ത്യൻ നാഷണൽ കമ്മിറ്റിയാണ് ഇത് ഫോം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റിയാണ് ഫോം ചെയ്തത്. സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടല്ലോ, ആ ടൈമില് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇതിനെ ചെയർ ചെയ്തത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർ ചെയ്തത്. അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ഇൻഡിപെൻഡൻസ് വരാനായിട്ട് പോവാണല്ലേ. അപ്പൊ ആ ടൈമിൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഒരു എക്കണോമിക് പ്ലാനിന്റെ മൊത്തത്തിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് റിലീസ് ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ എയിം. പക്ഷെ ഇത് എന്നാ ചെയ്തു, ഫെയിലായി പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബോംബെ പ്ലാൻ വന്നത്, 1944 ബോംബെ പ്ലാൻ വന്നത് ആരൊക്കെയായിരുന്നു ചെയ്തത്, നമ്മുടെ 8 ലീഡിങ് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവരാണ് ഇത് കൊണ്ടുവന്നത്. അതായത് JRD ടാറ്റ, GD ബിർള, പുരുഷോത്ത് താക്കൂർദാസ്, ദെൻ ശ്രീരാമ്, കസ്തൂർബായി, ലാൽബായി, AD ഷെറോഫ്, ഒരു ജോൺ മത്തായി, ഇവരെല്ലാരും കൂടിയാണ് ഈ പ്ലാന് കൊണ്ടുവന്നത്. പക്ഷെ എന്നാ ഇത് ഇൻഡസ്ട്രിയലിസ്റ്റുകൾ കൊണ്ടുവന്നതായതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസും പിന്നെ അതുപോലെ തന്നെ വേറെ ബിസിനസ് ക്ലാസ്സസും ഒക്കെ ഉണ്ടല്ലോ, ഇവര് പല റീസൺ കാരണം ഇതിനെ നിഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്തത്. 1944 ബോംബെ പ്ലാനിന്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നതാണ് 45 പീപ്പിൾസ് പ്ലാൻ എന്ന് പറയും. പീപ്പിൾസ് പ്ലാൻ വന്നു, കൊണ്ടുവന്നത് MN റോയി ആണ് കൊണ്ടുവന്നത്. MN റോയി ആണ് കൊണ്ടുവന്നത്. MN റോയിയുടെ പ്രത്യേകത എന്നാ, അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യക്ക് എന്നാണ് 1934 കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അദ്ദേഹമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും ആ ഒരു ഇത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അപ്പം അഗ്രികൾച്ചറിനായിരുന്നു പീപ്പിൾസ് പ്ലാന് പ്രയോറിറ്റി കൊടുത്തിരുന്ന, അഗ്രികൾച്ചറിനായിരുന്നു. ഒരു 10-year പ്ലാനിനായിരുന്നു. അഗ്രികൾച്ചറിനെയും അതുപോലെ തന്നെ പ്രൊഡക്ഷനെയും നാഷണലൈസേഷൻ ആയിരുന്നു റെക്കമെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഗാന്ധിയൻ പ്ലാൻ വന്നു. ഗാന്ധിയൻ പ്ലാൻ എന്ന് പറഞ്ഞാല് SN അഗർവാളിന്റെ ആയിരുന്നു കേട്ടോ. SN അഗർവാളിന്റെ ആയിരുന്നു. ശ്രീമാൻ നാരായണ അഗർവാൾ എന്നാണ് പറയുന്നത്. ശ്രീമാൻ നാരായണ അഗർവാൾ എന്നാണ് പറയുന്നത്. വർദ്ധ കൊമേഴ്ഷ്യൽ സ്കൂൾ കോളേജ് ഉണ്ട്, അവിടുത്തെ പ്രിൻസിപ്പാൾ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹമാണ് ഈ പ്ലാന് കൊണ്ടുവന്നത്. എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ ആയിരുന്നു മെയിൻ ആയിട്ടും ഇതിന്റെ എയിം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയുവാണെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് പ്രകാരം റൂറൽ ഡെവലപ്മെന്റ് വഴി എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നതാണ് സർവോദയ പ്ലാൻ. 1950 വരുന്നത്. ജയപ്രകാശ് നാരായൺ ആയിരുന്നു കൊണ്ടുവന്നത്. അതായത് ബിനോബ ഭാവെയുണ്ട്, വിനോബ ഭാവെ, അദ്ദേഹത്തിന്റെ സർവോദയ ഐഡിയ ആയാലും ഗാന്ധിയൻ പ്ലാനിലും ഇൻസ്പയർ ആയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇത് മെയിൻ ആയിട്ടും സ്മോൾ ആൻഡ് കോട്ടൺ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അഗ്രികൾച്ചറിനെ എംഫസൈസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയിരുന്നു വന്നത്. അത് കഴിഞ്ഞിട്ട് ശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസിന്റെ പ്ലാനിങ് നോക്കുവാണെങ്കിൽ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. പ്ലാനിംഗ് കമ്മീഷനും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, നിതി ആയോഗവും ഉണ്ട്. പ്ലാനിംഗ് കമ്മീഷനും നിതി ആയോഗവും വരും. ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് 15 മാർച്ച് 1915 തൊട്ട് ഏകദേശം നമ്മുടെ 2014 ഓഗസ്റ്റ് 13 വരെ ആയിരുന്നു വരുന്നത്. ഓഗസ്റ്റ് 13 വരെ ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരുന്നു വരുന്നത്. അഡ്വൈസറി നേച്ചർ ആയിരുന്നു വരുന്നത്. എക്സിക്യൂട്ടീവ് ബോഡി ആയിരുന്നു, അത് അഡ്വൈസറി നേച്ചർ ആയിരുന്നു വരുന്നത്. ചെയർപേഴ്സൺ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇതിന്റെ ചെയർപേഴ്സൺ വരുന്നത്. അതുപോലെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് IAS ആയിരിക്കും വരുന്നത്. ഇതിനകത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എക്സ്പേർട്ട് മെമ്പേഴ്സ് കാണും. മെമ്പേഴ്സ് പിന്നെ അതല്ലാതെ വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും കൂടെ ആയിരിക്കും മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്.
ഓക്കെ. ദെൻ ഇനി എടുക്കുവാണെങ്കിൽ ഇതന്നെ ആയിരിക്കും ഒരു സെൻട്രൽ ബോഡിയാ വരുന്നത്. കാരണം സ്റ്റേറ്റിന്റെ റെപ്രസെന്റേഷൻ ഒന്നും ഇല്ല. 5 ഇയർ പ്ലാനിങ് ആയിരുന്നു അവർ വന്നിരുന്നത്. ഒരു ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ആയിരുന്നു വരുന്നത്. പിന്നെ ഇതിന് ഫിനാൻഷ്യൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ദെൻ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് 1 ജാനുവരി 2015 തൊട്ട് ഇപ്പൊ അങ്ങോട്ട് പോകുന്ന ഏതാണ്? നിതി ആയോഗാണ് വരുന്നത്. അപ്പൊ എന്നാ വരുന്നത്? ഇതിന്റെ മെയിൻ ഇതെന്ന് പറയുന്നത് എന്നാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നിതി ആയോഗ് പറയുന്നത്. എക്സിക്യൂട്ടീവ് ബോഡിയാണ് വരുന്നത്. അഡ്വൈസറി ഇൻ നേച്ചർ ആണ് വരുന്നത്. ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ ചെയർപേഴ്സൺ വരുന്നത്. വൈസ് ചെയർപേഴ്സൺ ഏതെങ്കിലും ഒരു എക്കണോമിസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇനി ഇതിന് എന്നാ ഇടുക? അവിടെ സെക്രട്ടറി എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്ത് ഇവിടെ വന്ന പോസ്റ്റ് ഏതാണ്? സിഇഒ ആണ് വരുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് വരുന്നത്. ഏതെങ്കിലും ഒരു റിട്ടയർഡ് IAS ആയിരിക്കും സിഇഒ വരുന്നത്. അതുകൂടാതെ ഇവിടെ മെമ്പേഴ്സ് വന്നപ്പോൾ എന്നായി? മെമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിന്റെ CMസിനെ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ 3 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടല്ലോ, ആ 3 യൂണിയൻ ടെറിട്ടറീസിലെ CMs, അതായത് ജമ്മു ആൻഡ് കാശ്മീർ, ഡൽഹി, പുതുച്ചേരി, ഇവിടുത്തെ എല്ലാവരുടെയും CMസിനെ ഇൻക്ലൂഡ് ചെയ്തു. ദെൻ ബാക്കി ഉള്ള 5 യൂണിയൻ ടെറിട്ടറീസിലെ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇവരെ പിന്നെ എക്സ്പെർട്ട് മെമ്പേഴ്സും സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും കൂടെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഇതെന്ന് പറയുന്നത് എങ്ങനെ? ഇതൊരു ഫെഡറൽ ബോഡിയാണ് വരുന്നത്. കാരണം എന്നാണ്? ഇതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിന്റെ റെപ്രസെന്റേഷൻ വരുന്നുണ്ട്. നേരെ തിരിച്ച് മറ്റേതായിരുന്നെങ്കിലോ, പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ സെൻട്രൽ ബോഡി മാത്രമായിരുന്നു.